പരീക്ഷയെ സമീപിക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ. പരീക്ഷയെ സമീപിക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒന്നാണ് പേടി എന്നുള്ളത്, ഫിയർ. നന്നായി പഠിച്ചാലും ഫിയർ ഉണ്ടാകും, കുറച്ച് മാത്രം പഠിച്ചാലും ഫിയർ ഉണ്ടാകും. ഈ ഫിയറിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് മോഡൽ എക്സാം പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ മോഡൽ എക്സാം പേപ്പറുകൾ നന്നായി വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് പരീക്ഷയുടെ പാറ്റേണുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുകയാണ്. അങ്ങനെ പരീക്ഷയുടെ പാറ്റേണുമായി കൂടുതലായിട്ട് പരിചയപ്പെടുന്ന സമയം നമ്മൾക്ക് അനായാസമായിട്ട് ഭയരഹിതമായിട്ട് പരീക്ഷ എഴുതുവാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫിയർ കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് മോഡൽ എക്സാം പരമാവധി വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പരീക്ഷയ്ക്കായി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് തോട്ട്സ്, അതായത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള ഇടം മനസ്സിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് കൂടുതലായിട്ട് നമ്മൾ വിജയിക്കുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പരാജയബോധമാണ് കൂടുതലായിട്ടുണ്ടാവുക. അതായത് ആരാണോ വിജയബോധത്തോടു കൂടി ഇരിക്കുന്നത് അയാളിൽ ഏറ്റവും കൂടുതൽ അയാളുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് പരാജയബോധത്തിലായിരിക്കും. കാരണം നമ്മൾ വിജയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ മനസ്സ് പരാജയപ്പെടുന്നതിനെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പരീക്ഷാ കാലഘട്ടങ്ങളിൽ ഞാൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന രണ്ട് ചിന്തകൾക്കും ഇടം കൊടുക്കാതെ പ്രിപ്പറേഷനിൽ മാത്രം, നന്നായി പഠിക്കുന്നതിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുക. കാരണം ഉരുളുന്ന കല്ലിൽ അഴുക്ക് പിടിക്കില്ല, അല്ലെങ്കിൽ ഉരുളുന്ന കല്ലിൽ പായൽ പിടിക്കില്ല. കല്ല് എവിടെയാണോ സ്റ്റില്ലായിട്ട് ഒരിടത്ത് നിൽക്കുന്നത് ആ സമയത്ത് മാത്രമേ കല്ലിൽ പായൽ പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരമായി ഉരുണ്ടുകൊണ്ടിരിക്കുന്ന കല്ലിൽ പായൽ പിടിക്കില്ല. അതുപോലെ നമ്മളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അൺവാണ്ടഡ് തോട്ട്സ്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. ഇനി അങ്ങനെ ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് ശേഷം നല്ല റിസൾട്ട് വന്നതിന് ശേഷം നമുക്കുണ്ടാകുന്ന ബെനഫിറ്റ്സുകളെക്കുറിച്ച് മാത്രം, നേട്ടങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് നല്ല മാർക്ക് വാങ്ങി നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു, ഗവൺമെൻറ് സീറ്റിൽ, മെറിറ്റ് സീറ്റിൽ നമ്മുടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്താതെ മെറിറ്റ് സീറ്റിൽ 5 പൈസ മുടക്കില്ലാതെ നമുക്ക് തുടർന്ന് പഠിക്കാൻ കഴിയുന്നു. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സംഘടനകളും മറ്റ് ക്ലബ്ബുകളും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സ്കൂളുകളൊക്കെ നമുക്ക് മെമൻറ്റോ തരുന്നു, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഈ പഠന കാലയളവിൽ നിങ്ങൾ പരീക്ഷയോടടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഉറക്കളച്ചിരുന്ന് പഠിക്കരുത്. കാരണം നിങ്ങൾ ഉറക്കളച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു 10 മണി വരെ, രാത്രി 10 മണി വരെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ 10 മണി വരെ നിങ്ങളുടെ തലച്ചോറിന് ഡാറ്റാസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഡാറ്റാസ് തലച്ചോറിന് വളരെ ചിട്ടയായി ശേഖരിച്ച് വച്ചെങ്കിൽ മാത്രമേ പരീക്ഷാ സമയങ്ങളിൽ നിങ്ങൾക്ക് ഓരോ ഡാറ്റാസ് എടുത്തു തരാൻ തലച്ചോറിന് കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ 10 മണി വരെ ഇരുന്ന് പഠിച്ച, അല്ലെങ്കിൽ തലച്ചോറിന് കൊടുത്ത ഡാറ്റാസ് അതിന് ശേഖരിച്ച് ചിട്ടയായിട്ട് ക്രമീകരിച്ച് ശേഖരിച്ച് വയ്ക്കുന്നതിന് ഒരു 7 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ മാത്രമേ തലച്ചോറിന് അത് ശേഖരിച്ച് വയ്ക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ. ഈ 10 മണിക്ക് ശേഷവും നിങ്ങൾ ഡാറ്റാസ് കൊടുക്കുന്ന പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തലച്ചോറിന് ഉറങ്ങാനോ വിശ്രമിക്കാനോ നമ്മൾ വിശ്രമിക്കാത്തത് കൊണ്ട് തലച്ചോറിന് ഡാറ്റാസ് ശേഖരിച്ച് വെക്കുന്നതിനുള്ള സമയം കിട്ടുകയില്ല. അതുകൊണ്ട് രാത്രി 10 മണിക്ക് ശേഷം ഒരു കാരണവശാലും ഇരുന്ന് പഠിക്കരുത്. 10 മണിക്ക് ശേഷം തലച്ചോറിന് നിങ്ങൾ കൊടുത്ത ഡാറ്റാസ് ശേഖരിക്കുന്നതിനുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറങ്ങാൻ കിടക്കുക. കുറഞ്ഞത് ഒരു 7 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് നിങ്ങൾ പോയിരിക്കുന്ന സമയത്ത് തലച്ചോറിന് ഡാറ്റാസ് കൃത്യമായി നിങ്ങൾക്ക് എടുത്തു തരാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ നിങ്ങളുടെ ബോഡി പ്രതികരിക്കും. ഇനി ഈ സമയങ്ങളിൽ കൂടുതലായിട്ട്, പരീക്ഷാ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കുകയും വെജ് ആഹാരങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കണം. കാരണം വെജ് ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ ആയാസരഹിതമാവുകയും അത് നമ്മളെ കൂടുതലായിട്ട് ഫ്രഷായിരിക്കാനും സഹായിക്കുകയും ചെയ്യും. ഇനി
നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് 10 മിനിറ്റ് മുൻപെങ്കിലും നിങ്ങൾ പഠനം നിർത്തിയിരിക്കണം. പഠനം നിർത്തിയതിന് ശേഷം നിങ്ങളുടെ ശ്വാസത്തിൽ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യണം. കാരണം നിങ്ങൾ ഓക്സിജൻ നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. ഈ ഓക്സിജൻ നിങ്ങളുടെ തലച്ചോറിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. അങ്ങനെ നിങ്ങളുടെ തലച്ചോറ് നന്നായിട്ട് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് പരീക്ഷ എഴുതാൻ കഴിയുകയും ചെയ്യും. അതായത് നന്നായിട്ട് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പരമാവധി പുറത്തേക്ക് വിടുക. അങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ബ്രെയിൻ നല്ല ഷാർപ്പായിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങളെ അത് സഹായിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ടിക്കിട്ട് പോവുക. അതിനുശേഷം നിങ്ങൾ പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യം എഴുതുക. ഏത് സെഷനിൽ എത്രാമത്തെ ക്വസ്റ്റ്യനാണോ, ഇപ്പോൾ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 30 എന്ന് നമ്പർ ഇട്ടിട്ട് അത് എഴുതുക. നമ്പർ ഇടുന്നത് മാത്രം മാറിപ്പോകാതെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യം എഴുതുക. അങ്ങനെ നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഇങ്ങനെ എഴുതി പോവുക. ഏത് നമ്പറാണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഹിപ്നോട്ടിസം ഉണ്ട്. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് ആരാണോ നിങ്ങളുടെ പേപ്പർ നോക്കുന്നത്, അയാൾ നിങ്ങൾ എഴുതിയ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കുന്ന സമയത്ത് നിങ്ങൾ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു, അവരിങ്ങനെ ടിക്കിട്ട് പോവുകയാണ്, നല്ല മാർക്കിട്ട് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ടിക്കിടുന്നു, നല്ല മാർക്കിടുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനും ടിക്കിടുന്നു, നല്ല മാർക്കിടുന്നു. അങ്ങനെ പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു കണ്ടീഷനിങ് സംഭവിക്കുകയാണ്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെല്ലാം ഏതാണ്ട് ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നും അവർക്ക് ടിക്കിടാനുള്ള നല്ല മാർക്കിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അവസാനമായിട്ട് നിങ്ങൾക്ക് നന്നായി അറിയാത്ത ക്വസ്റ്റ്യൻ ആൻസറുകളാണ് എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ അതിനും ടിക്ക് വീഴാനും നല്ല മാർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. നീ അതാണോ എഴുതിയത്, അത് തെറ്റിപ്പോയോ, ഇത് തെറ്റിപ്പോയോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ എഴുതി കഴിഞ്ഞ പരീക്ഷ വീണ്ടും നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് വറീഡ് ആകരുത്. തെറ്റിയത് തെറ്റിപ്പോകട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കത് തിരുത്താനുള്ള അവസരവുമില്ല. മറിച്ച് നിങ്ങൾക്ക് അടുത്ത വിഷയത്തിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ഈ ചിന്ത ഒരു തടസ്സമായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും പോയ ബസ്സിന് കൈ കാണിക്കാൻ നിൽക്കരുത്. ഇനി വരുന്ന ബസ്സിന് കയറാൻ തയ്യാറായി നിൽക്കുക. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ യാതൊരു കാരണവശാലും ഡിസ്കസ് ചെയ്യാൻ നിൽക്കരുത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് നിങ്ങൾ പരീക്ഷാ സമയങ്ങളിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ലെസൺ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് പൂർണ്ണമായും വായിച്ചുകൊണ്ട് നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കീ പോയിൻറ്റ്സ് മാത്രം വായിച്ചു വിടുക. നിങ്ങളൊരു കീ പോയിൻറ്റ്സ് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറ് അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഓർമ്മിച്ചെടുക്കും. ഇനി രണ്ടാമത്തെ കീ പോയിൻറ്റ്സിലേക്ക് അങ്ങനെ ഓർമ്മിച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ കീ പോയിൻറ്റ്സിലേക്ക് നിങ്ങൾ പോകുന്നു. അതിൻ്റെയും ഡാറ്റാസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തലച്ചോറ് ഓർമ്മിച്ചെടുക്കും. മൂന്നാമത്തെ കീ പോയിൻറ്റ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തലച്ചോറിന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം അടുത്ത കീ പോയിൻറ്റ്സിലേക്ക് പോവുക. അങ്ങനെ പരീക്ഷയോട് അടുക്കുന്ന സമയങ്ങളിൽ കീ പോയിൻറ്റ്സ് മാത്രമേ വായിച്ചു പോകാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഏതൊരു ക്വസ്റ്റിനെയും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ, ഏതൊരു ക്വസ്റ്റിനെയും അനായാസം നേരിടാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാലിക്കുക, നന്നായി പരീക്ഷ എഴുതുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.